السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയമുള്ള സഹോദരന്മാരെ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ സമയം അസ്ഫാനിലേക്ക് അദ്ദേഹം യാത്ര പോയി. അസ്ഫാനിൽ വെച്ച് അദ്ദേഹം നാഫി ഇബ്ൻ അബ്ദുൽ ഹാരിസ് എന്ന് പറയുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മക്കയിലെ ഗവർണറായി നിശ്ചയിച്ച അദ്ദേഹത്തെ കണ്ടുമുട്ടി. അവിടെ വെച്ച് നാഫിഇനോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിനക്ക് പകരം മക്കയിൽ നീ ആരെയാണ് പകരക്കാരനാക്കിയിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, മക്കയിലെ ഇബ്നു അബ്സ എന്ന് പറയുന്ന ഒരു സഹാബി, അദ്ദേഹത്തെയാണ് ഞാൻ പകരക്കാരനാക്കിയത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നാഫിഇനോട് ചോദിച്ചു, മൻ ഇബ്നു അബ്സ, ആരാണ് ഇബ്നു അബ്സ എന്ന് പറയുന്നത്? നാഫി പറഞ്ഞു, മിൻ മവാലീന, നമ്മുടെ അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ട മോചിതനായ ഒരു അടിമയാണ്. ഇത് കേട്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നാഫിനോട് ചോദിച്ചു, ഒരു രാജ്യത്തിൻ്റെ ഭരണം നീ മോചിപ്പിക്കപ്പെട്ട ഒരു അടിമയാണോ ഏൽപ്പിച്ചത് എന്ന് ഗൗരവത്തോടു കൂടി ചോദിച്ചപ്പോൾ നാഫി പറഞ്ഞു, ഇന്നഹു ഖാരിഉൻ ലികിതാബില്ലാഹ് വആലിമുൻ ബിൽ ഫറാഇദ്. ഇബ്നു അബ്സ ചില്ലറക്കാരനല്ല. ഇബ്നു അബ്സ അള്ളാഹുവിൻ്റെ കിതാബ് മനഃപ്പാടമാക്കിയ, അള്ളാഹിൻ്റെ കിതാബിനെ സംബന്ധിച്ച് പഠിച്ച ഖാരിയാണ്. അതേപോലെ ഇൽമിൻ്റെ വ്യത്യസ്തമായ ദീനുൽ ഇസ്ലാമിൻ്റെ ഇൽമി ശാഖകൾ പഠിച്ച പണ്ഡിതനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ മക്ക രാജ്യത്തിൻ്റെ ഭരണമേൽപ്പിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നാഫിഇന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ ഒരു വിഭാഗത്തെ ഉയർത്തുകയും മറ്റൊരു വിഭാഗത്തെ താഴ്ത്തിക്കളയുകയും ചെയ്യും. തീർച്ചയായും ഖുർആനിൻ്റെ ഇൽമ് പഠിച്ചവർ, ഖുർആനെ സംബന്ധിച്ച് മനസ്സിലാക്കിയവർ, അവർ മറ്റുള്ളവരെ പോലെയല്ല. ഇൽമിൻ്റെ അറിവ് പഠിച്ച പണ്ഡിതന്മാർ അവർ മറ്റുള്ളവരെ പോലെയല്ല, മറിച്ച് സമൂഹത്തിൽ സ്ഥാനവും മഹത്വവുമുള്ളവരാണ്. ദീനെന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല ഭൂമി ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന് ആവശ്യമായി വരുന്ന ജീവിത സംഹിത രേഖയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ആ ദീനുൽ ഇസ്ലാം പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കെട്ടിയുയർത്തപ്പെട്ടതാണ്. ഇൽമെന്ന് പറയുന്ന അടിത്തറയിൽ ഉയർത്തപ്പെട്ട ദീനുൽ ഇസ്ലാം. ആ ദീനുൽ ഇസ്ലാം മനസ്സിലാക്കണമെങ്കിൽ ഖുർആനെ സംബന്ധിച്ചും ഹദീസിനെ സംബന്ധിച്ചും അറിവുള്ളവരാകണം നമ്മൾ. അതിനെ സംബന്ധിച്ച് പഠിക്കണം. ദീനിനെ സംബന്ധിച്ച് അറിവില്ലാത്തതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ശിർക്കിൻ്റെയും ഖുറാഫാത്തിൻ്റെയും അടിമപ്പാളയത്തിൽ തലച്ചോറ് പണയം വെച്ച് ഖബറുകൾക്കും തങ്ങന്മാർക്കും പൂജാരികൾക്കും മുമ്പിൽ മനുഷ്യൻ തലകുനിക്കുന്നതിന് കാരണം ദീനിനെ സംബന്ധിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടാണ്, ഇൽമില്ലാത്തത് കൊണ്ടാണ്. കാരണം ദീനുൽ ഇസ്ലാം ഉയർത്തപ്പെട്ടത് ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്, തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. എല്ലാ മുസ്ലിമിനും ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കൽ നിർബന്ധമാണ്, അനിവാര്യമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം അതാണ്, ഇൽമി പഠിക്കലാണ്, ഖുർആനും തിരുസുന്നത്തും മനസ്സിലാക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നല്ലറല്ലാഹു ഇംറഅൻ സമിഅ മഖാലതി ഫഹഫിളഹാ വവആഹാ ഫബല്ലഗഹാ കമാ സമിഅഹാ ഫറുബ്ബ മുബല്ലഗിൻ ഔആ മിൻ സാമിഅ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്നിൽ നിന്നും ഒരു ഹദീസ് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു, എന്നിട്ട് ഞാൻ എങ്ങനെയാണോ പഠിപ്പിച്ചത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തവൻ, അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ മുഖത്തെ പ്രകാശിപ്പിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ പ്രിയമുള്ളവരെ, ദീനിന്റെ അറിവ് പഠിച്ചവർക്ക് സമൂഹത്തിൽ മഹത്വമുണ്ട് മറ്റുള്ളവരെക്കാൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു തആല ഒരാളിൽ ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന് സമ്പത്ത് കൊടുക്കും എന്നല്ല, അവൻ അധികാരം കൊടുക്കും എന്നല്ല, അവന് മക്കളെ കൊടുക്കും, കച്ചവടം കൊടുക്കും എന്നല്ല, ദുനിയാവിൽ സുഖ സൗകര്യങ്ങൾ കൊടുക്കും എന്നല്ല. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനിൽ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ യുഫഖിഹു ഫിദ്ദീൻ, അള്ളാഹിന്റെ കലാമും റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തും പഠിച്ച് മനസ്സിലാക്കാനുള്ള അവഗാഹ പാണ്ഡിത്യം ആ മനുഷ്യൻ അള്ളാഹു നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവിൽ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹുവിനോട് ദുആ ചെയ്ത് ആവശ്യപ്പെട്ട് നേടിയെടുക്കാൻ റസൂലുള്ളാഹി തങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നീ ദുആ ചെയ്യണം, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നീ ദുആ ചെയ്യണം, ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തത് വഖുർ റബ്ബി സിദ്നി ഇൽമ, ദീനുൽ ഇസ്ലാമിന്റെ അറിവിന്റെ വർധനവക്ക് വേണ്ടി നീ ദുആ ചെയ്തു കൊള്ളണം. റസൂലുള്ളാഹി തങ്ങളുടെ അള്ളാഹുവിന്റെ കൽപ്പന. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദീനുൽ ഇസ്ലാമിനെ പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. അതുകൊണ്ടാണ് ദീനിന്റെ അറിവ് പഠിച്ചവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല മഹത്വം നൽകിയത്, ഫദ്ല് നൽകിയത്. മറ്റുള്ള സൃഷ്ടികളെക്കാൾ അല്ലാഹു സുബ്ഹാനഹു തആല ഇൽമ് പഠിച്ചവർക്ക് സ്ഥാനവും മഹത്വവും നൽകാൻ കാരണം ആ ദീനിന്റെ മഹത്വമാണ്, ആ ഇൽമിന്റെ ഫദ്ലാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമത്ത് തൗഹീദിന്റെ സാക്ഷ്യവാക്യം പറയുമ്പോൾ അള്ളാഹുവിന്റെ കൂടെയും മലക്കിന്റെ കൂടെയും അള്ളാഹു ചേർത്തു പറഞ്ഞത് ദീനിൽ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരെ സംബന്ധിച്ചാണ്. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വ ഉലുൽ ഇൽം ഖായിമൻ ബിൽ ഖിസ്ത്. അല്ലാഹു പറയാണ്, ഷഹിദല്ലാഹു, അല്ലാഹു ഇതാ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലാഹു, ആ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല, അവൻ മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളൂ എന്ന സാക്ഷ്യവാക്യത്തിന് അല്ലാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വൽ മലായികതു, റബ്ബിന്റെ കൂടെ മലക്കുകളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഈ രണ്ടുപേരുടെയും കൂടെ അല്ലാഹു സുബ്ഹാനഹു തആല ചേർത്തു പറഞ്ഞിട്ടുള്ളത് വ ഉലുൽ ഇൽമി, ദീനിന്റെ അറിവ് പഠിച്ച പണ്ഡിതന്മാരും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടുമായില്ല പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ ഈമാൻ ഉൾക്കൊണ്ടവർ, അല്ലാഹുവിനെ ഏകനായി അംഗീകരിച്ചവർ, അല്ലാഹുവിന്റെ തൗഹീദിന് അടിമപ്പെട്ട് ജീവിക്കുന്നവർ, ആവശ്യങ്ങൾക്ക് അല്ലാഹു അല്ലാത്ത മറ്റുള്ളവരെ സമീപിക്കാത്തവർ, ഖബറിന് മുന്നിലും ജാറത്തിന് മുന്നിലും തലകുനിക്കാത്തവർ, അവരുടെ ദറജ അല്ലാഹു സുബ്ഹാനഹു തആല ഉയർത്തിക്കൊടുക്കും. ആ മുവഹിദിന്റെ കൂടെ റബ്ബ് ചേർത്തു പറഞ്ഞത് യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഇൽമ നൽകപ്പെട്ടവർ, ദീനിന്റെ അറിവ് പഠിച്ചവർ, ഖുർആനും സുന്നത്തും തിരിച്ചറിഞ്ഞവർ, അവരുടെ ദറജ അല്ലാഹു സുബ്ഹാനഹു തആല ഉയർത്തിക്കൊടുക്കും. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ ഇൽമിനെ സംബന്ധിച്ച് പറയുമ്പോൾ വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ്, വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ്. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ മനുഷ്യന്മാർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരുപാട് ഉപമകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒരുപാട് ഉപമകൾ അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അവസാനം അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, ആ ഉപമകളെ തിരിച്ചറിയുന്നത് വ ഉലുൽ ഇൽമി മിൻകും, നിങ്ങളിൽ നിന്നും അഗാധമായ പാണ്ഡിത്യമുള്ളവരാണ് അള്ളാഹു വിശദീകരിച്ച ഉപമകളെ പെട്ടെന്ന് മനസ്സിലാക്കുന്നത്, ചിന്തിച്ച് ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമ, അള്ളാഹുവിനെ വേണ്ടതുപോലെ സൂക്ഷിക്കുന്നവർ,
അള്ളാഹുവിനെ വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞവർ അവർ പണ്ഡിതന്മാരാണ്. അള്ളാഹുവിൻ്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും മനസ്സിലാക്കിയവരാണവർ. അള്ളാഹുവിനെ വേണ്ടതുപോലെ പേടിക്കുന്നവർ, അള്ളാഹുവിനെ വേണ്ടതുപോലെ തഖ്വ ചെയ്യുന്നവർ. അള്ളാഹു സുബ്ഹാനഹു തആല വീണ്ടും പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ് അള്ളാഹുവിൻ്റെ ദീനിനെ ഇൽമിനെ സംബന്ധിച്ച്, ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയ പണ്ഡിതന്മാരെ സംബന്ധിച്ച്, ഫീ സുദൂരില്ലദീന ഊതുൽ ഇൽം ബൽ ഹുവ ആയാതുൻ ബയ്യിനാതുൻ. ഇൽമെന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല വിശദീകരിച്ചിട്ടുള്ള വ്യക്തമായ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാകുന്നു, അള്ളാഹുവിൻ്റെ അജീബായ ഖുദ്റത്താകുന്നു. എവിടെ? ഫീ സുദൂരില്ലദീന ഊതുൽ ഇൽം. ഇൽമ് നൽകപ്പെട്ടവരുടെ മനസ്സിൽ അള്ളാഹു വെച്ചിട്ടുള്ള ദൃഷ്ടാന്തമാകുന്നു ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അറിവെന്നുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അറിവ് പഠിക്കാൻ നമ്മൾ മുന്നിട്ടിറങ്ങണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇൽമ് പഠിച്ചവൻ്റെയും ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയവൻ്റെയും ഫളലുൽ ആലിമി അലൽ ആബിദി കഫളലി അലാ അദ്നാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയ പണ്ഡിതന്റെ സ്ഥാനം എന്നുള്ളത്, മഹത്വം എന്നുള്ളത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ മനുഷ്യൻ, ഒരു സ്ഥാനമാനങ്ങളുമില്ലാതെ സാമ്പത്തികമായും ശാരീരികമായും രാഷ്ട്രീയപരമായും അറിയപ്പെടാത്ത, ഒന്നിനും കൊള്ളാത്ത മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ മനുഷ്യനേക്കാൾ എത്രത്തോളം സ്ഥാനവും മഹത്വവുമുണ്ടോ ആ സ്ഥാനമാണ് നിങ്ങളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയത്. എന്തുകൊണ്ട്? ഇൽമ് പഠിക്കാൻ തയ്യാറായതുകൊണ്ട്, ഇൽമ് പഠിച്ചതുകൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഫളലൽ ആലിമി അലൽ ആബിദി കൽ ഖമറി ലൈലത്തൽ ബദ്രി അലാ സവാഇരിൽ കവാകിബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റസൂലുള്ളാഹി തങ്ങൾ മുഅ്മിനീങ്ങളെ രണ്ടായി തരംതിരിച്ചു. ഒന്ന്, ഇൽമു പഠിച്ച പണ്ഡിതന്മാർ. രണ്ട്, ഇൽമു പഠിക്കാത്ത മുഅ്മിനീങ്ങളും മുവഹിദുകളും. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഇൽമു പഠിച്ച പണ്ഡിതൻ 14 രാവിന്റെ ചന്ദ്രനെ പോലെ മറ്റുള്ള ഗോളങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് പോലെ ഇൽമു പഠിച്ച പണ്ഡിതൻ മറ്റുള്ള ജനങ്ങളിൽ നിന്നും വ്യത്യസ്തനാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഫദ്ല് കൊടുത്തിട്ടുണ്ട്, മഹത്വം കൊടുത്തിട്ടുണ്ട്. ഇന്നൽ ആലിമ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വമിനൽ ഹീതാനി ഫിൽ ജൗഫിൽ മാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇൽമു പഠിച്ച മനുഷ്യന് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ആകാശഭൂമികളിലെ സകലതും അവന് വേണ്ടി ഇസ്തിഗ്ഫാർ പറയുന്നതാണ്, അവന് വേണ്ടി പാപമോചനം തേടുന്നതാണ്. ഹത്തൽ ഹീതാനു ഫിൽ ജൗഫിൽ മാ, കടലിന്റെ ആഴക്കടയിൽ നീന്തി തുളിക്കുന്ന മത്സ്യങ്ങളുകളെ ആ ഇൽമു പഠിച്ച പണ്ഡിതന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നതാണ്. മറ്റു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹത്തൻ നംലതി ഫീ ഹുജ്രിഹാ, പാറക്കടിയിലെ മാളത്തിൽ ഒളിച്ചു താമസിക്കുന്ന ഉറുമ്പ് വരെ ഇൽമു പഠിച്ച പണ്ഡിതന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കും. ആലോചിക്കണം പ്രിയമുള്ളവരെ, ഇൽമു പഠിച്ചവന്റെ മഹത്വം, ആ ഇൽമിന്റെ സ്ഥാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഒരാൾ ഇൽമു പഠിക്കുന്ന മാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ, ഇൽമു പഠിക്കാൻ തയ്യാറായാൽ, അല്ലാഹു സുബ്ഹാനഹു തആല അവന് സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കും, സ്വർഗ്ഗത്തിലേക്ക് പാത എളുപ്പമാക്കി കൊടുക്കും. ദീനിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ, തൗഹീദിനെ സംബന്ധിച്ച് തിരിച്ചറിയാൻ, ശിർക്കിന്റെ മാർഗങ്ങളും ശിർക്കിനെ സംബന്ധിച്ച് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു തആല അവന് പ്രദാനം ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇൽമു പഠിക്കണം, ഖുർആനും സുന്നത്തും പഠിക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ ഇൽമു പഠിക്കുന്ന അവസരങ്ങൾ ഒരുപാടുണ്ട്. പ്രായം അതിനൊരു പരിധിയില്ല, പ്രായം ഒരു തടസ്സമേ അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹിന്റെ അന്ന് റസൂലുള്ളാഹി തങ്ങളുടെ സദസ്സിലേക്ക് അബൂ ഖുഹാഫ കടന്നു വന്നു. അബൂബക്കർ സിദ്ദീഖിന്റെ ബാപ്പ. രണ്ടുപേരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അവശനായി ക്ഷീണിച്ചുകൊണ്ടാണ് അബൂ ഖുഹാഫ റസൂലുള്ളാഹിയുടെ ഹദറത്തിലേക്ക് കടന്നു വരുന്നത്. റസൂലിന്റെ ഹദറത്തിൽ വന്നുകൊണ്ട് അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിച്ചു, മുസ്ലിമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടായിരുന്ന സഹാബാക്കളോട് പറഞ്ഞു, അബൂ ഖുഹാഫക്ക് അല്ലിമുഹുൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്ക്. അന്ന് പ്രായം 97 വയസ്സുള്ള അബൂ ഖുഹാഫയോട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന, അദ്ദേഹത്തിന് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്ക്, ദീനിന്റെ അറിവ് പഠിപ്പിച്ചു കൊടുക്ക്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇൽമു പഠിക്കാൻ പ്രായം ഒരു തടസ്സമല്ല, സൗകര്യമില്ലായ്മ ഒരു തടസ്സമല്ല.
ആധുനിക കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇൽമു പഠിക്കാനുള്ള വ്യത്യസ്തമായ വാതിലുകൾ ഇന്ന് സമൂഹത്തിന് തുറന്നു തന്നിട്ടുണ്ട്. ഖുർആനിന്റെ ഇൽമു വേറെ, ഹദീസിന്റെ ഇൽമു വേറെ, ഫിഖ്ഹിന്റെ ഇൽമു വേറെ, വ്യത്യസ്ത ശാഖകളിലെ വ്യത്യസ്ത ഇൽമുകൾ പഠിക്കാൻ അല്ലാഹു ഇന്ന് സൗകര്യങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. വഅമ്മാ ബിനിഅ്മതി റബ്ബിക ഫഹദ്ദിസ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ സുഖ സൗകര്യങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളോട് ചോദിക്കും. ഇൽമു പഠിക്കാൻ തയ്യാറാകണം. അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹിമഹുല്ല പറയുകയാണ്, അദ്ദേഹം പറയുകയാണ്, ലാ അഅലമു ബഅദ അൻ-നുബുവ്വതി ദറജതൻ അഫ്ളലു മിൻ ബസ്സിൽ ഇൽം. നുബുവത്തിന് ശേഷം അതിനേക്കാൾ പവിത്രമായ ഒരു മാർഗം ഞാൻ കണ്ടിട്ടില്ല, ദീൻ പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതല്ലാതെ. നുബുവത്തിന് ശേഷം ഇമാം ഷാഫിഈ റഹിമഹുല്ല പറയുകയാണ്, ത്വലബുൽ ഇൽമി അഫ്ളലു മിനൻ നവാഫിൽ. മുത്ലഖായ സുന്നത്ത് നമസ്കാരത്തിനേക്കാൾ അഫ്ളലാണ് ഇൽമു പഠിക്കലും അത് പ്രചരിപ്പിക്കലും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇൽമു പഠിക്കാൻ തയ്യാറാകണം. അതിനുവേണ്ടി സമയം കണ്ടെത്തണം. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിക്കാതെ ഈ ഉമ്മത്തിന്റെ ളലാലത്തിൽ നിന്നും, അന്ധകാരത്തിൽ നിന്നും, ശിർക്കിന്റെ കൂരിരുട്ടിൽ നിന്നും, ഖുറാഫാത്തിന്റെ അന്ധകാരത്തിൽ നിന്നും ഈ ഉമ്മത്തിനെ കരകയറ്റണമെങ്കിൽ, ദീനുൽ ഇസ്ലാം എന്ന വെള്ളി വെളിച്ചത്തിന്റെ രാജപാതയിലേക്ക് ഉമ്മത്തിനെ നയിക്കണമെങ്കിൽ ഖുർആനും സുന്നത്തും കൊണ്ടല്ലാതെ പ്രിയമുള്ളവരെ അതിന് സാധ്യമല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു രാജാവും ഭരിക്കാൻ ഇഷ്ടപ്പെടാത്ത ശിർക്കിന്റെയും ഖുറാഫാത്തിന്റെയും അന്ധകാരത്തിൽ തളക്കപ്പെട്ട ഒരു വിഭാഗമായിരുന്നു മക്ക കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരുന്നത്. ഒരു രാജാവും ഭരിക്കാൻ ഇഷ്ടപ്പെടാത്ത സമൂഹം, പെണ്ണിനും കള്ളിനും യുദ്ധത്തിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചൊരു സമൂഹം, ഇരുട്ടിൽ തപ്പുന്ന ഒരു സമൂഹത്തിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ കടന്നു വന്നു. അവരുടെ മനസ്സിലേക്ക് ഇസ്ലാം എന്ന വെള്ളി വെളിച്ചം ഇട്ടുകൊടുത്തു. ഇന്ന് ലോകത്ത് തുല്യതയില്ലാത്തൊരു സമൂഹമാക്കി മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അധ്യാപനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഖുർആനും സുന്നത്തും ചേർത്ത് പിടിക്കുക നെഞ്ചിനോട്. അതുകൊണ്ടല്ലാതെ മനുഷ്യന്റെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കൂല. ഒരുപക്ഷെ നല്ല മനുഷ്യനായിരിക്കാം, നല്ല പ്രബോധകനായിരിക്കാം, സമൂഹത്തിൽ നിലയും വിലയുള്ള മനുഷ്യനായിരിക്കാം. പക്ഷെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അറിവില്ല എങ്കിൽ അവൻ അള്ളാഹുവിന്റെ മുന്നിൽ വട്ടപൂജ്യമാണ്. അതാണ് ദീനുൽ ഇസ്ലാമിന്റെ പ്രത്യേകത. ഇൽമിന്റെ പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങുന്നവർ, ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങുന്നവർ, തൗഹീദിന്റെ പ്രബോധകന്മാർ, സുന്നത്തിന്റെ വാഹകർ നിർബന്ധമായും ഇൽമു പഠിച്ചിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സമൂഹത്തെ വാർത്തെടുത്തതുപോലെ നമുക്കുമുണ്ട് ഒരുപാട് ബാധ്യതകൾ. പ്രിയമുള്ളവരെ, ഈ ഒരു കാലഘട്ടത്തിൽ മരത്തിനെയും കാനിരക്കുറ്റിയെയും ഖബറിനെയും ജാറങ്ങളെയും പൂജിക്കുന്ന ഒരു സമൂഹത്തിൽ അള്ളാഹിന്റെ ഏകത്വം പറയാൻ, അള്ളാഹിന്റെ തൗഹീദ് പറയാൻ നമ്മളെപ്പോലത്തെ ഒരു സമുദായമല്ലാതെ മറ്റൊരാളില്ല. അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തതാണ്. എന്തിന്? റബ്ബിന്റെ ദീൻ പറയാൻ, അവർക്ക് മുന്നിൽ ഇറങ്ങിച്ചെല്ലാൻ, തടയാൻ. റബ്ബിനല്ലാതെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല, റബ്ബിന്റെ മുന്നിലല്ലാതെ തല കുനിക്കാൻ പാടില്ല, ജാറങ്ങൾ ഒഴിവാക്കണം, ഖബറുകൾ ഒഴിവാക്കണം, തങ്ങന്മാരെ ഒഴിവാക്കണം, നിങ്ങൾ ആവശ്യം റബ്ബിനോട് ചോദിക്കണം എന്ന് പ്രഖ്യാപിക്കാൻ, ജാറത്തിന്റെ മുന്നിൽ തല കുനിക്കുന്നവന്റെ കൈ പിടിച്ചുകൊണ്ട് പാടില്ല എന്ന് പറയാൻ. പ്രിയമുള്ളവരെ, ഇൽമു അനിവാര്യമാണ്. ഇൽമു പഠിക്കണം. ഇൽമെന്ന് പറയുന്നത് സിലാഹുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ ആയുധമാണ്. മഹാൻ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിച്ചു, ഈ ഒരു കാലഘട്ടത്തിൽ ജിഹാദ് എന്ന് പറയുന്നത് ലാ ബിസ്സുയൂഫ്, വാളുകൊണ്ടല്ല ജിഹാദ്, മറിച്ച് അറിവ് കൊണ്ടാണ്, ഇൽമു കൊണ്ടാണ്. എഴുത്തിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ഷിർക്കിന്റെയും ഖുറാഫാത്തിന്റെയും കോട്ട കൊത്തളങ്ങളെ തകർത്തെറിയാൻ ഇൽമു കൊണ്ട് സാധിക്കും. പ്രിയമുള്ളവരെ, അതാണ് ഈ ഒരു കാലഘട്ടത്തിന്റെ ജിഹാദായി മഹാൻ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇൽമിന്റെ മാർഗത്തിലേക്ക് കടന്നു വരണം. അതിനുള്ള അവസരങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഒരുപാട് സെന്ററുകളിലും ഒരുപാട് സംഘടനകളും ഖുർആൻ പഠിക്കാനും ഹദീസ് പഠിക്കാനും വ്യത്യസ്തമായ സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. നമ്മൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഇൽമു പഠിക്കുന്ന ഇൽമിന്റെ വാഹകരായി, തൗഹീദിന്റെ ധ്വജവാഹകരായി, തൗഹീദിന്റെ പടക്കുതിരകളായി തൗഹീദി മൈതാനത്തേക്ക്, ദഅവത്തിന്റെ രംഗത്തേക്ക് ഇറങ്ങാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അത് നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇൽമു പഠിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള നല്ല തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.